ട്രെയിൻ ഓടിച്ച് കാഴ്ചക്കാരുടെ മനം നിറച്ച് കൊല്ലം ഗാന്ധി ഭവനിലെ കുട്ടികൾ. വായനാദിനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഭിന്നശേഷി കുട്ടികളുടെ വേറിട്ട ട്രെയിൻ യാത്ര. പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ് ആഘോഷയാത്രയ്ക്ക് വേദിയായത്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ട്രെയിൻ ഗ്രീൻ സിഗ്നലിനായി കാത്തുകിടന്നു. നിറയെ പുഞ്ചിരി നിറച്ചൊരു വായനാ ട്രെയിൻ. വായനാ ദിനത്തോടനുബന്ധിച്ച് പത്തനാപുരം ഗാന്ധി ഭവനിലെ കുരുന്നുകളായിരുന്നു ട്രെയിനിൽ. എല്ലാ കമ്പാർട്ട്മെന്റിലും വായനയ്ക്കൊരിടം എന്ന ആശയം പ്രചരിപ്പിക്കുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം. വായനാ ദിനം ഒരാശയം ദിവസത്തിന്റെ പ്രാധാന്യം വന്നപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചിന്തിച്ചത്. അപ്പൊ ഞങ്ങളുടെ മക്കൾക്കും വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും എന്നുള്ളത് പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയൊരു ലക്ഷ്യമായിരുന്നു. പത്തനാപുരം ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും പുറപ്പെട്ട വായനാ ട്രെയിൻ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അടക്കം ജീവനക്കാരും യാത്രക്കാരും മധുരപലഹാരങ്ങൾ നൽകിയാണ് ട്രെയിനിനെ സ്വീകരിച്ചത്. ഈ ട്രെയിനും അവരൊരു ഡെമോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ട്രെയിനിനകത്ത് സഞ്ചരിക്കുന്നതായിട്ട് അതെല്ലാം വളരെ ആകർഷണീയമായിരുന്നു. ഈ റെയിൽവേയിലെത്തി ഈ വായനയോടൊപ്പം റെയിൽവേയും അതോടൊപ്പം ഗാന്ധി ഭവനിലെ സ്പെഷ്യൽ കുട്ടികൾക്ക് ഒരു എൻജോയ്മെന്റ് ആയി കാണുമെന്നാണ് കരുതുന്നത്. വന്ദേ ഭാരത് മാതൃകയിലാണ് ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പാട്ടും കഥ പറച്ചിലുമൊക്കെ യാത്രയ്ക്ക് കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ വായനയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ആശയങ്ങൾ സംവേദിക്കാനും പരസ്പരം നമുക്ക് സംസാരിക്കാനും ഒക്കെ ഉള്ള സ്ഫുടത കിട്ടുന്നതിന് പോലും നമുക്ക് ഈ പത്രവായന ഒരു പ്രധാന ഘടകമാണ്. ഭിന്നശേഷി എന്നത് പരിമിതിയല്ലെന്നും വ്യത്യസ്തമായ കഴിവുകൾ നിറഞ്ഞൊരു ലോകത്തേക്കുള്ള യാത്രയാണെന്നും ബോധ്യപ്പെടുത്തി സ്നേഹം പകർന്ന് ആ ട്രെയിൻ ഗാന്ധി ഭവനിലേക്ക് തന്നെ മടങ്ങി. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.